കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണ സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. ട്രെയിനുകളിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്തിരുന്ന സ്ഥാപനമായിരുന്നു. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എപ്പോഴായിരുന്നു പഴകിയ ഭക്ഷണ സാധനങ്ങളടക്കം ഈ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണ സ്ഥാപനത്തിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും ഗൗരവമർഹിക്കുന്നത് ട്രെയിനുകളിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത് എന്നാണ്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. കിരൺ ചേരുകയാണ്. കിരൺ, എപ്പോഴായിരുന്നു സംഭവം? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? KP ട്രെയിനുകളിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്തിരുന്ന സ്ഥാപനത്തിലാണ് ഇന്ന് രാവിലെ കൊച്ചി കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഈ പഴകിയ ഭക്ഷണം ഇവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്നും പിടികൂടിയ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളാണ്, മാംസങ്ങളും മുട്ടയും അടക്കമുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇത്തരത്തിൽ പഴകിയത് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ സമയത്തും, അതായത് ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിനെതിരായിട്ട് പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഈ നേരത്തെ കോർപ്പറേഷൻ അധികൃതർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ പലതവണ നാട്ടുകാരടക്കം പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കോർപ്പറേഷൻ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നതാണ്. ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് നേരത്തെയും പരിശോധന നടത്തുകയും ഈ സ്ഥാപനത്തിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇതിനെ തുടർന്ന് ഇവർ പിന്നീട് ഫൈൻ അടക്കുകയും മാപ്പെഴുതി നൽകിയിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞത്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം കൂടി കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ ലൈസൻസ് ഇവർ എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം വിതരണം ചെയ്തത് കണ്ടെത്തിയതിനെ തുടർന്ന് കോർപ്പറേഷൻ നോട്ടീസ് നൽകുകയും ഇവർക്ക് ലൈസൻസ് എടുക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഇവർ ഈ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോർപ്പറേഷൻ അധികൃതർ ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ സമയത്ത് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴും വ്യക്തമായിട്ടുള്ളത്. നേരത്തെ ഇവിടെ നിന്നും കണ്ടെത്തിയതിൽ ഈ വന്ദേ ഭാരത് ട്രെയിനിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്യാനായിട്ടുള്ള ഈ കരാർ ഈ സ്ഥാപനത്തിൽ ലഭിച്ചിരുന്നു. ഇവർ ഇത്തരത്തിൽ ഈ ഭക്ഷണം ട്രെയിനുകളിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്തിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അത്തരത്തിൽ ട്രെയിനുകളിൽ ഭക്ഷണം പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൊതികളടക്കമുള്ള കാര്യങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കോർപ്പറേഷന് വ്യക്തത ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നേരത്തെ കോർപ്പറേഷൻ്റെ അധികൃതർ വ്യക്തമാക്കിയത്. അതായത് ഈ സ്ഥാപനത്തിൽ വന്ന് പരിശോധന നടത്തുന്ന സമയത്ത് പലപ്പോഴും പല കോൺട്രാക്ടർമാർ മാത്രമാണ് ഉണ്ടാവുക. ഈ സ്ഥാപനം ആരുടെ പേരിലാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇവർ ഈ ട്രെയിനുകളിലേക്കടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ പലയിടങ്ങളിലേക്കും ഭക്ഷണം പോകുന്ന സാധാരണക്കാരായ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ ഭക്ഷണം അത് ഇത്രത്തോളം പഴകിയതാണ് എന്ന വസ്തുത വളരെ ഗൗരവം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഉടമ ആരാണ്, ഇതിൻ്റെ നടത്തിപ്പ് ആരാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ നടപടി സ്വീകരിക്കും, ആർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ആശയക്കുഴപ്പം പോലും ബന്ധപ്പെട്ടവർക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും KP, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഈ ഭക്ഷണങ്ങൾ പൊതിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം, അതായത് ട്രെയിനിൽ വിതരണം ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുന്നത്, അതിൻ്റെ പാക്കറ്റിൽ വെച്ചിരുന്ന് പൊതിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഈ ട്രെയിനിലേക്കടക്കം ഇവർ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല, ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 1 വർഷത്തിലധികമായിട്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ആ സമയത്ത് തന്നെ നേരത്തെയും പരാതി ഉയർന്നിരുന്നതാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് അഴുക്ക് വെള്ളം പുറത്തേക്ക് വിടുന്നതിനെ തുടർന്ന് നാട്ടുകാരാണ് ആദ്യം ഒരു പരാതി ഉന്നയിച്ചിരുന്നത്. പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവർ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കോർപ്പറേഷൻ ആദ്യം പരിശോധന നടത്തിയത്. ആ സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ കോൺട്രാക്ടർ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ആളാണ് പിന്നീട് വന്ന്
ഈ സ്ഥാപനത്തിന് നേരെ ചുമത്തിയിരുന്ന പിഴ ഒടുക്കി മാപ്പപേക്ഷ നൽകി പോയിരുന്നത്. പിന്നീട് ഈ സ്ഥാപനത്തിനോട് ലൈസൻസ് എടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ കോർപ്പറേഷൻ അധികൃതർ നേരത്തെ സംസാരിച്ച സമയത്ത് അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇപ്പോഴും ഇവർ വരുമ്പോൾ ഒരു കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ സ്ഥാപനം ആരുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഓരോ തവണയും ഈ പ്രശ്നങ്ങളുണ്ടായി വന്ന് വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ പല കോൺട്രാക്ടർമാരുടെ ഉടമസ്ഥതയിലായിരിക്കാം ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്. ഈ പല കോൺട്രാക്ടർമാരുടെ ഉടമസ്ഥതയിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യമാണ് ഏതായാലും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സ്ഥാപനത്തിൽ പഴകിയ ഭക്ഷണമാണ് വിതരണം ചെയ്തിരുന്നത് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജോലിക്കാരെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു പഴകിയ അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെതിരായിട്ട് നടപടിയെടുത്തിരിക്കുന്നത്. KP കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.